പക്ഷേ പ്രതിപക്ഷം സഹകരിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. സഹകരിക്കാൻ ഏതെങ്കിലും തരത്തിൽ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അവർ ശൂന്യവേളയിലേക്ക് ആ വിഷയം മാറ്റിവെച്ചേനെ. ചോദ്യോത്തരവേളയിൽ തന്നെ ആ വിഷയം ഉയർത്തുക എന്നുള്ളത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇത് ഗൗരവ സ്വഭാവത്തിലുള്ള കാര്യമാണ്, ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള പ്രതിപക്ഷത്തിന്റെ നിലപാട് അവർ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ചോദ്യോത്തരവേളയിൽ തന്നെ ആ വിഷയം ഉയർത്തിക്കൊണ്ട് അവർ ചെയ്യുന്നത്. ഈ കക്ഷി നേതാക്കളുമായി സംസാരിച്ചാലും അവർ ഏതെങ്കിലും തരത്തിൽ സഹകരിക്കാനുള്ള സാധ്യത കുറവാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ നിർത്തിവെച്ച പശ്ചാത്തലത്തിൽ അല്പസമയത്തിനകം തന്നെ സഭ പുനരാരംഭിക്കും. ഒരു 10 മിനിറ്റിനകം തന്നെ പുനരാരംഭിക്കും. അയ്യപ്പന്റെ സ്വർണം കെട്ടവർ അമ്പലം വിഴുങ്ങികൾ എന്നാണ് ബാനറിൽ കണ്ടത്. ആ കണ്ടന്റ് തന്നെയാണോ ആ പ്ലക്കാർഡുകളിലും ഉണ്ടായിരുന്നത്? പ്ലക്കാർഡുകളിൽ എന്തൊക്കെയാണ് എഴുതിയത്? പ്ലക്കാർഡുകളിൽ നമുക്ക് ആ വിഷ്വൽസ് അത് കൃത്യമായി കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ സൈഫുദ്ദീൻ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പലതരത്തിലുള്ള വാചകങ്ങൾ ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് വായിക്കാൻ വേണ്ടി നമ്മുടെ റിപ്പോർട്ടർ വിജിൻ മേളിലേക്ക് പോയിട്ടുണ്ട്. അത് അവിടെ പോയാലേ, ഫ്ലോറിലേക്ക് ഇറങ്ങിയാലേ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുകയുള്ളൂ. കാരണം സഭാ TV നമുക്ക് എല്ലാ ദൃശ്യങ്ങളും, അതിൻ്റെ എല്ലാ ദൃശ്യങ്ങളും തരാറില്ല. അത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അങ്ങനെയാണല്ലോ. നമുക്ക് ആ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങൾ അങ്ങനെ സഭാ TV തരാറില്ല. അതുകൊണ്ട് അതിനകത്ത് പലതരത്തിലുള്ള വാചകങ്ങളുണ്ട്. അയ്യപ്പൻ്റെ സ്വർണം വിഴുങ്ങികൾ എന്ന തരത്തിലുള്ള ഇപ്പോൾ പറഞ്ഞ പോലുള്ള വാചകങ്ങളാണ് നമുക്ക് ആ ബാനറിൽ കാണാൻ കഴിഞ്ഞത്. മറ്റു വാചകങ്ങൾ എന്താണെന്ന് നമുക്ക് അല്പസമയത്തിനകം തന്നെ എന്തായാലും നൽകാൻ കഴിയും. പ്രതിപക്ഷം പക്ഷേ പ്രതിഷേധത്തിന്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ടില്ല. കടുത്ത പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. സഭാ നടപടികൾ ഇന്ന് ഒരു കാരണവശാലും മുന്നോട്ട് പോകില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക. ഇന്ന് 6 ബില്ലുകളുള്ള ദിവസമാണ്. പക്ഷേ സഭ ഒരു പക്ഷേ ഒരു 10 മണിക്ക് അപ്പുറത്തേക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. സൈഫുദ്ദീൻ, എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അത്തരം സാധ്യത കാണുന്നില്ല. പ്രതിപക്ഷം ഇന്ന് രണ്ടും കൽപ്പിച്ച് തന്നെ സഭയിൽ എത്തിയിരിക്കുന്നെന്ന് തുടക്കത്തിലെ മനസ്സിലായതാണ്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തില്ല, ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തി. ഇതൊന്നും സാധാരണഗതിയിൽ ഈ സഭാ കാലയളവിൽ എന്തായാലും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ നിലപാട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ്. ഇപ്പോൾ സഭ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. സ്പീക്കർ കക്ഷി നേതാക്കളുമായി സംസാരിക്കും. എങ്ങനെയെങ്കിലും സഭ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ ആരായും. പക്ഷേ പ്രതിപക്ഷം വഴങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ സേഫ് പറഞ്ഞതുപോലെ തന്നെ ഒരു 10 മണിക്ക് അപ്പുറത്തേക്ക് സഭാ നടപടികൾ പോകാനുള്ള സാധ്യതയും വിരളമാണ്. സൈഫ്, ഈ അടിയന്തര പ്രമേയം വേണ്ട, ചോദ്യോത്തരവേള മുതൽ ആഞ്ഞടിക്കാം എന്നൊരു ലൈനിലേക്ക് എത്തിയത് എങ്ങനെയാണ് പ്രതിപക്ഷം? സാധാരണഗതിയിൽ ഈ തലേ ദിവസം രാത്രിയോടുകൂടി ഏതാണ്ട് ഒരു 10:30 അവർ അതിനകത്തൊരു തീരുമാനമെടുക്കും. പിറ്റേ ദിവസം എന്താണ് അടിയന്തര പ്രമേയമായി കൊണ്ടുവരേണ്ടത് എന്നുള്ളത് പ്രതിപക്ഷ നേതാവും മറ്റ് കക്ഷി നേതാക്കളും തമ്മിൽ അവർ ഒന്നുകിൽ നേരിട്ട് കാണും, അല്ലെങ്കിൽ ഫോണിൽ സംസാരിച്ച് ഈ വിഷയം നമുക്ക് ഉയർത്താം എന്നുള്ള തീരുമാനമെടുക്കും. ഇന്നലെ ഏതാണ്ട് ഒരു 11 മണി വരെ നമ്മൾ ഇതെന്തായിരിക്കും വിഷയം എന്നറിയാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ എന്താണ് തീരുമാനിച്ചിട്ടില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഇന്ന് രാവിലെ പോലും പുലർച്ചെ പോലും നമ്മൾ വിളിച്ചു എന്താണ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. നോട്ടീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി തീരുമാനിച്ച് രാവിലെയോടുകൂടിയാണ് അതിനകത്ത് നോട്ടീസ് നൽകുക. പക്ഷേ രാവിലെ നോട്ടീസ് നൽകിയിട്ടില്ല. ഈ നോട്ടീസ് നൽകാതിരിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ്. നോട്ടീസ് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യവേളയിൽ ആ വിഷയം ഉയർത്തിക്കൊണ്ട് അതിനകത്ത് എന്ത് രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കണോ ആ പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അവർ നോട്ടീസ് നൽകാതിരുന്നതോടുകൂടി തന്നെ നമുക്കൊരു കാര്യം വ്യക്തമായി. ഇതിനകത്ത് അവർ ചെറിയ രീതിയിലല്ല വിഷയത്തെ കാണുന്നത്, കുറച്ചുകൂടെ ഗൗരവ സ്വഭാവത്തിൽ അതിനെ കാണുകയാണ്. ഇനി നോട്ടീസ് കൊടുത്താൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് അനുകൂലമായൊരു നിലപാടുണ്ടാകില്ല എന്ന് വ്യക്തമായിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ സൈഫുദ്ദീൻ സംസാരിക്കുമ്പോൾ സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ടീസ് നൽകിയപ്പോൾ പറഞ്ഞത് ഇത് സബ് ജുഡീസ് ആയിട്ടുള്ള വിഷയമാണ്. സബ് ജുഡീസ് ആയിട്ടുള്ള വിഷയം ചട്ടപ്രകാരം നിയമസഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടി, അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള നിലപാട് സംസ്ഥാന സർക്കാർ നേരത്തെ സ്വീകരിച്ചതാണ്. ഇനി ഈ വിഷയത്തിൽ ഇന്ന് നോട്ടീസ് നൽകിയാലും സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സ്പീക്കർ പറയാൻ പോകുന്നത് സബ് ജുഡീസ് ആയിട്ടുള്ള വിഷയമാണ്. സബ് ജുഡീസ് ആയിട്ടുള്ള വിഷയത്തിൽ എങ്ങനെയാണ് നിയമസഭയിൽ ചട്ടപ്രകാരം അനുവദിക്കുക എന്നുള്ള ചോദ്യം ഉന്നയിക്കുമെന്നുള്ള ബോധ്യം പ്രതിപക്ഷത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഒരു കൂടിയാലോചന നടത്തി. അവർ ഒരു ധാരണ എത്തിയിരുന്നു. രാവിലെ തന്നെ ഒരു ധാരണയിലെത്തിയിരുന്നു നോട്ടീസ് നൽകേണ്ടതില്ല എന്നുള്ളത്. രാവിലെ പാർലമെന്ററി പാർട്ടി ചേരുന്നു. പാർലമെന്ററി പാർട്ടിയിൽ അവരെടുത്ത നിലപാട് നോട്ടീസ് നൽകേണ്ടതില്ല, ചോദ്യോത്തര വേള മുതൽ അവർ ഇതിനകത്ത് പ്രതിഷേധം സംഘടിപ്പിക്കാം. ഈ പ്രതിഷേധം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ബാനർ അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തലേന്ന് തന്നെ പ്രിന്റ് ചെയ്ത് പ്ലക്കാർഡുകളുമായിട്ട് അവർ സഭയിലേക്ക് വരുമ്പോൾ അവർ തീരുമാനിച്ചുറച്ച് തന്നെയാണ് വന്നത്. പ്രതിഷേധം സംഘടിപ്പിക്കണം, സംസ്ഥാന സർക്കാരിനെതിരെ ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ള അടക്കമുള്ള
ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. മന്ത്രിമാരും പിന്നോട്ട് പോയിട്ടില്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ ധനമന്ത്രി മറുപടി പറയുന്ന സമയത്ത് മന്ത്രി വി ശിവൻകുട്ടി അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വന്ന് അവർ നടുത്തളത്തിലേക്ക് വന്നില്ല, അല്ലാതെ ആ സീറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ധനമന്ത്രിയുടെ പുറകിൽ നിന്നുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഭരണപക്ഷവും പിന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറാകുന്നില്ല, പക്ഷേ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രതിപക്ഷം ഒരു തരത്തിലും സഹകരിക്കും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം അവർ ഈ വിഷയം ഉയർത്താൻ വേണ്ടി തീരുമാനിച്ചതാണ്. അത് ശൂന്യവേളയിലല്ല, ചോദ്യോത്തരവേള സാധാരണഗതിയിൽ നടന്നു പോകേണ്ടതാണ്. കാരണം സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന സമയമാണ് ചോദ്യോത്തരവേള എന്ന് പറയുന്നത്. അതിനെ തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ അതിൽ പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി ഗൗരവ സ്വഭാവം, ഞങ്ങൾ ഉയർത്തുന്ന വിഷയത്തിൽ കുറച്ചുകൂടി ഗൗരവ സ്വഭാവമുണ്ട് എന്ന് പ്രതിപക്ഷം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതിഷേധ സ്വഭാവത്തിലേക്ക്